വാങ്ങി, അവരെ കല്ലെറിഞ്ഞു. ഒരു മൈനർ ലാത്തി ചാർജ് പോലും നടത്താൻ ഈ പോലീസ് തയ്യാറായി. അപ്പൊ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി 7ഓളം MP-മാരെയും 6ഓളം MLA-മാരെയും അണിനിരത്തി ഒരു മാർച്ച് സംഘടിപ്പിച്ചപ്പോ ഒരു അനൗൺസ്മെന്റ് പോലും ചെയ്യാതെ പോലീസ്. സാധാരണ ഇത്രയും VIP-കൾ സ്റ്റേജിലുള്ളപ്പോ അസിസ്റ്റന്റ് കമ്മീഷണർ തീർച്ചയായിട്ടും അവിടെ വേണ്ടതാണ്. അസിസ്റ്റന്റ് കമ്മീഷണറും ഇല്ല, സർക്കിള് പോലും ഇല്ല, SI-മാരാണ് കുറെ പേര് അവിടെ ഉണ്ടായത്. അപ്പൊ ഇതിനേക്കാൾ ബഹളം ഉണ്ടാക്കിയ യുവമോർച്ചക്കാരെ പോലീസ് തൊടുന്നില്ല. അതാണ് ഞാൻ അന്തർധാര എന്ന് പറയുന്നത്. മാത്രമല്ല, കേരളത്തിൽ പോകുന്ന MP-മാര്, CPM-ന്റെ MP-മാര് ഡൽഹിയിൽ ചെല്ലുമ്പോഴും ഇതേ അന്തർധാരയുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, പിണറായി പറയുന്ന ഒരൊറ്റ MP-മാരെ പോലും കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് അയക്കാൻ പാടില്ല, അവർ നരേന്ദ്രമോദിയുടെ ഏജന്റുമാരായിരിക്കും എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയാം. പിന്നെ കേരളത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണോ? ഒരു നവകേരള സദസ്സ് നടക്കും മഞ്ചേശ്വരത്ത്, തിരുവനന്തപുരത്തേക്ക്. പക്ഷെ അതിന്റെ മാരണം തീർന്നിട്ടാണ് 1-ാം തീയതി വീണ്ടും തുടങ്ങുക, 2 ദിവസത്തേക്കും കൂടെ. ഞാനിപ്പോ ഓർക്കുന്നത് 982 ഡിസംബറിൽ ഡൽഹിയിലെ ഏഷ്യാഡ് ആദ്യമായിട്ട് നടന്ന വർഷം 82. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, കേരളത്തിൽ ലീഡർ K. കരുണാകരൻ മുഖ്യമന്ത്രി. ആ കാലത്ത് അന്ന് മിക്ക സ്റ്റേറ്റിലും കോൺഗ്രസ് ആണല്ലോ. ഏതാണ്ട് 98% സംസ്ഥാനങ്ങളും കോൺഗ്രസ്സാണ്. ഇപ്പൊ എല്ലാ മുഖ്യമന്ത്രിമാരും യോഗം വിളിച്ചു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഈ ഏഷ്യാഡിന്റെ ഉദ്ഘാടന ദിവസം എല്ലാ സംസ്ഥാനങ്ങളുടെയും ആഘോഷങ്ങൾ ഡൽഹിയിൽ അവതരിപ്പിക്കാം. ഇപ്പൊ കാശ്മീർ തൊട്ടിങ്ങനെ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം ഇതാണ്, ഞങ്ങൾ അവതരിപ്പിക്കാം. ഇതെല്ലാം പറഞ്ഞ് കേരളത്തിലെത്തിയപ്പോ ഇന്ദിരാഗാന്ധി ചോദിച്ചു, എന്താ കരുണാകരനൊന്നും മിണ്ടാതിരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം എങ്ങനെയാ ഡൽഹിയിൽ നടത്താൻ പറ്റുക? എന്താ വേണ്ട, എന്താ സൗകര്യം വേണ്ടത്? അല്ല, ഒരു 32 ആനകളെ ഡൽഹിക്ക് കൊണ്ടുവരണം. അതിനെന്താ സ്പെഷ്യൽ ബോഗി അറേഞ്ച് ചെയ്യണം. അങ്ങനെ 34 ആനകളെ, 2 ആനകളെ എക്സ്ട്രാ, 2 ആനകളെ എക്സ്ട്രാ, അതായത് 34 ആനകളെ തൃശ്ശൂരിൽ നിന്ന് ഡൽഹിക്ക് കൊണ്ടുപോയി പൂരം നടത്തി. ഇപ്പൊ പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ ഈ സ്റ്റേഷനിൽ നിർത്തുവല്ല, ഇടയ്ക്ക് ഇതിന് വെള്ളം ഒഴിക്കാൻ പറ്റും, ഇവർക്ക് ഈ ആനയ്ക്ക് ഇതൊക്കെ ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ പട്ടയും അതുപോലെ തന്നെ പഴക്കൊലയൊക്കെയായിട്ടാണ് ആനകളെ വരവേറ്റത്. അങ്ങനെ ആനകളുടെ ഡൽഹിയാണ്. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു യാത്ര നടന്നു. അതിന്റെ ഒക്കെ വ്യത്യാസം എന്താ? ഒരു കൊമ്പനാനയും 20 പിടിയാനകളും കൂടിയിട്ടാണ് ഈ നവകേരള സദസ്സിന്റെ യാത്ര എന്ന് പറയും. മറ്റേ യാത്രയിൽ ആളുകൾ ആനയ്ക്ക് കൊടുക്കാനുള്ള തെങ്ങും പട്ടയും പഴക്കൊലയൊക്കെ ആയിട്ടാണ് എതിരേറ്റതെങ്കിൽ ഇവിടെ ജനങ്ങൾ കരിങ്കൊടിയായിട്ടാണ് വരവേറ്റത്. വഴി നീളെ തല്ലി, കാണുന്നവരെ മുഴുവൻ തല്ലി. എവിടെയൊക്കെയാണോ മതിലുള്ളത് മതിലൊക്കെ പൊളിച്ച്, കാരണം ഇതിന്റെ ബസ് കയറണല്ലോ. ഞാൻ ചോദിക്കട്ടെ, യാത്ര കൊണ്ട് എന്ത് മെച്ചമുണ്ടായി? ആർക്ക് ഗുണമുണ്ടായി? ഇപ്പൊ ഞാൻ ഓർക്കുന്നത്, അന്ന് ജയലക്ഷ്മിയൊക്കെ മന്ത്രിയായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, IC ഞാനൊക്കെ MLA-മാരാണ്. ആ സമയത്ത് ഉമ്മൻചാണ്ടി ഒരു ജനസമ്പർക്ക പരിപാടികൾ ആദ്യം നടത്തിയ തിരുവനന്തപുരത്താണ്. ഞാനിന്ന് തലസ്ഥാനത്തിന്റെ MLA. തിരുവനന്തപുരത്തെ 14 MLA-മാർ, LDF-ഉം UDF-ഉം ഉൾപ്പെടെയുള്ള 14 MLA-മാരും സദസ്സിലുണ്ടായിരുന്നു. കാലത്ത് 9 മണിക്ക് ജനസമ്പർക്ക പരിപാടി തുടങ്ങി. പല ആളുകൾ പല നിവേദനങ്ങളുമായിട്ട് വന്നു. ഉമ്മൻചാണ്ടി നേരിട്ട് സ്വീകരിക്കുക മാത്രമല്ല, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ വെച്ച് ചെയ്യാൻ. അതിനിടയ്ക്ക് ദുരിതാശ്വാസ ഫണ്ടിന്റെ അപേക്ഷയായിട്ട് ആൾക്കാർ വന്നു. അദ്ദേഹം നോക്കി, വരുമാന സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കളക്ടറുടെ സാക്ഷ്യപത്രമുള്ള നോക്കി അവിടെ നിന്ന് തന്നെ സാങ്ഷൻ ആക്കുകയാണ്.
50,000 രൂപ, 1,00,000 രൂപ സാങ്ഷൻ ആക്കിയിട്ട് അടുത്ത കൗണ്ടറിൽ ചെന്നിട്ട് ഈ പണം കിട്ട് നേരിട്ട് വന്നു. അങ്ങനെ ജനങ്ങൾ സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ച കണ്ടു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഈ ജനസദസ്സിൽ അങ്ങനെ വല്ലതും ആരെങ്കിലും കണ്ടോ? മഞ്ചേശ്വരത്ത് തുടങ്ങി. അവിടെ ഈ ഉമ്മൻചാണ്ടിയുടെ യാത്ര പോലെ ആയിരിക്കും വിചാരിച്ചിട്ട് പാവം എൻഡോസൾഫാൻ ബാധിച്ച കുറെ കുട്ടികൾ, അവരെ രക്ഷിതാക്കൾ മുട്ടിലെഴയുന്ന സ്വന്തം മക്കളെ കോരി കയ്യിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അടുത്തേക്ക് വന്നത്. അവർ പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ല, ഞങ്ങൾ മുഖ്യമന്ത്രിനെ കാണാം, അതിന് ഇതൊക്കെ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ കുറെ കൗണ്ടർ ഉണ്ട്, അവിടെ കൊടുത്തു പോയി. മുഖ്യമന്ത്രിനെ കാണുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് വരുന്നു. അതും എന്താണ് ലക്ഷറി കോച്ച്? ഞാൻ ചോദിക്കട്ടെ, ഈ ലക്ഷറി കോച്ചിൽ AC കോച്ച് മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പ്രത്യേകം കറങ്ങുന്ന കസാല. എന്തിനാ കറങ്ങുന്ന കസാല? തമ്പുരാൻ എഴുന്നള്ളി ഇരിക്കുമ്പോ കൂടെയുള്ള 20 പ്രജകൾ എന്തെങ്കിലും ചിരിക്കുന്നുണ്ടോ വർത്താനം പറയുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കൊന്ന് കറങ്ങും ഈ കസാലി. യോഗ സ്ഥലത്തെത്തുമ്പോ ഹൈഡ്രോളിക് ലിഫ്റ്റില് താഴേക്ക് ഇറങ്ങുക. എൻ്റെ 2 സ്റ്റെപ്പ് കയറി കൂടെ, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഇറങ്ങിക്കൂടെ? ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഇറങ്ങുക, തിരിച്ച് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ കയറുക. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ശുചിമുറി. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാനന്തവാടി കഴിഞ്ഞ് അടുത്ത പോയിന്റ് ബത്തേരിയായിരിക്കും. മാനന്തവാടിയിലും ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ബത്തേരിയിലും ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ശുചിമുറിയിൽ കക്കൂസ് അതിനെയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇനി അഥവാ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ കയറിയാൽ പോലെ മാനന്തവാടി, അത് കഴിഞ്ഞ് ബത്തേരിയുണ്ട്, കൽപ്പറ്റയിലുണ്ട്. പിന്നെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞെങ്കിൽ നടന്ന് കൊടുക്കേണ്ട ആവശ്യം വല്ലതും കക്കൂസ് അതിൻ്റെ അകത്ത് വെച്ച്. എന്നാലോ അത് കഴിയുന്നു, നേരെ തമ്പുരാൻ എഴുന്നള്ളുന്നു. ഇപ്പൊ ഇന്ത്യയിലെ മോഡി ചക്രവർത്തിയാണെങ്കിൽ ഇവിടെ തമ്പുരാൻ, പിണറായി തമ്പുരാൻ നേരെ സ്റ്റേജിൽ ചെല്ലുന്നു. കോൺഗ്രസ്സുകാരെ ചീത്ത വിളിക്കുന്നു, UDFകാരെ ചീത്ത വിളിക്കുന്നു, കരിങ്കൊടി കാണിക്കുന്നവനെ തല്ലുന്നു, തിരിച്ചു പോകുന്നു. ഞാൻ ആലോചിക്കുന്നത് എത്ര നന്നായി UDF ആ ചടങ്ങ് ബഹിഷ്കരിച്ചു. അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് കിട്ടിയ ഡോസിന് വല്ല കുറവുണ്ടോ? മട്ടന്നൂരെത്തി ശൈല ടീച്ചറെ സ്വാഗതം നീണ്ടുപോയി. ശൈല ടീച്ചർക്ക് മാത്രമല്ല, ഭർത്താവിനും കിട്ടിയ ഒരു ഡോസ്. ശൈല ടീച്ചർക്ക് 3 ഡോസ് ചീത്ത കിട്ടിയെങ്കിൽ ഭർത്താവ് നാരായണ മാഷിക്ക് 1 ഡോസ് കിട്ടി. അത് കഴിഞ്ഞ് യാത്ര തൃശ്ശൂരെത്തി. CPI MLA CC മൂന്നനുണ്ട്. മൂന്നും പറഞ്ഞു പോലീസുകാർ ഈ യാത്ര കലക്കാൻ നോക്കുക. അപ്പൊ നോക്കുമ്പോ തമ്പുരാന് തോന്നി ഞാനാണല്ലോ ആഭ്യന്തരമന്ത്രി, ഇയാൾ ഇരിക്കിട്ട് പണിയാന്ന് ചോദിച്ചു. 3 ഡോസ് കൊടുത്തു. യാത്ര പാലയിലെത്തിയപ്പോ പാവൻ ചാഴിക്കാരൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, എന്തോ ഒരു വികാരത്തിന് ചാടിപ്പോയി. പാലയിലാണ് യോഗം. അദ്ദേഹം പറഞ്ഞു റബ്ബർ കർഷകന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്, താങ്ങുവില 250 രൂപ പ്രഖ്യാപിച്ചെങ്കിലും കൊടുത്തിട്ടില്ല. ഇത് ഇവിടെ പറയേണ്ടതല്ല, ഇത് എന്നെ സ്തുതിക്കുന്ന ചടങ്ങാണ്. ഇവിടെ അത് മാത്രം പറഞ്ഞാൽ മതി. റബ്ബറിന് വിലയുണ്ടോന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല, ഇവിടെ എല്ലാം പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ പാലായിൽ റബ്ബറിനെ കുറിച്ചല്ലാണ്ട് പിന്നെ എന്താ കെയർഫ്രീനെ കുറിച്ചാണ് പറയേണ്ടത്? ഇങ്ങനെ ഇതോ നാണം കെട്ട ഏർപ്പാട്. ജനപ്രതിനിധികൾക്ക് വരെ പൂരത്തെറി കേട്ടുവെങ്കിൽ ഞങ്ങളൊക്കെ ബഹിഷ്കരിച്ച് എന്ത് മാത്രം ഭാഗ്യമായെന്ന് ഇത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പോലും മനസ്സിലായത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്ത് കാര്യത്തിലാണ് തീരുമാനം ഉണ്ടായത്? എന്താ ലൈഫിന്റെ അവസ്ഥ? കൊട്ടി ഘോഷിച്ചല്ലേ ലൈഫ്. ഇപ്പൊ ലൈഫില്ല, വീടില്ല. ഇനി കിട്ടിയ വീട്ടുകാരുടെ അവസ്ഥ എന്താ അറിയോ? മഴയത്ത് ചോർന്നൊലിക്കുക. വീടിൻ്റെ അകത്ത് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല. ഏതാണ്ട് ആയുർവേദ ചികിത്സയിലെ ധാര പോലെയാണ് വീടിൻ്റെ അകത്ത് കിടന്ന. മറ്റേതൊരു ഷീറ്റ് വലിച്ചു കെട്ടിയാലെങ്കിലും കിടക്കായിരിക്കും. ഇപ്പൊ അതും പറ്റുന്നില്ല, ലൈഫില്ല. അതുപോലെ തന്നെ സപ്ലൈകോ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വടകരയിൽ ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ 4-5 സ്ത്രീകൾ സാറേ ഞങ്ങൾ സപ്ലൈകോയില്
കുറെ വർഷമായിട്ട് ജോലി ചെയ്യുന്നവരാ, ഡെയിലി വേജസുകാരാ. ഇപ്പൊ സപ്ലൈകോയിൽ ആരും വരുന്നില്ല. ഞാൻ എന്താ കാരണം? ഒരു സാധനങ്ങൾക്ക് സബ്സിഡി ഇല്ല. അപ്പൊ മറ്റേത് 10-13 ഐറ്റങ്ങൾക്ക് സബ്സിഡി ഉണ്ടായിരുന്നു. സബ്സിഡി ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ കുറച്ച് ദൂരം നടന്നു വരും. അതല്ല, തൊട്ട് മുമ്പുള്ള കടയിൽ കിട്ടുന്ന അതേ വിലയാണ് സപ്ലൈകോയിൽ. ആരും സപ്ലൈകോയിൽ പോകും? ആരും പോകുന്നില്ല. എന്നിട്ട് അവർക്ക് ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്, ഇത്ര ലക്ഷത്തിന്റെ സാധനങ്ങൾ വിറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളമില്ല. സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇന്ന് ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുക. KSRTCയിലെ അവസ്ഥ എന്താ? മന്ത്രി രാജിവെക്കാൻ നേരത്ത് പറയാണ്, ഡിസംബറിലെ ശമ്പളം, നവംബറിൽ കൊടുക്കേണ്ട ശമ്പളം ഡിസംബറിൽ പകുതി കൊടുത്തു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടെ ഞാൻ പടിയിറങ്ങുക. ഏത്? നവംബറിൽ കൊടുക്കേണ്ട ശമ്പളം അതിന്റെ പകുതി ഡിസംബറിൽ കൊടുത്തു എന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ പടിയിറങ്ങുന്നു. KSRTCയിലെ ജീവനക്കാരുണ്ടാവുമല്ലോ അവിടെ. എന്താ സ്ഥിതി KSRTCയിൽ? ശമ്പളം വല്ലപ്പോഴും കിട്ടുന്ന ശമ്പളം, അത് മുഴുവൻ കിട്ടില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. മാവേലി സ്റ്റോളിൽ ചെന്നാൽ പഞ്ചസാരയില്ല. പഞ്ചസാരയില്ലാത്ത മാവേലി സ്റ്റോളിൽ കയറിയിട്ട് എന്താ കാര്യം? മസാലയില്ലാത്ത മസാല ദോശ ഇടുന്ന പോലെ. പഞ്ചസാരയില്ല. ആവശ്യ സാധനങ്ങൾക്ക് വില കൂടുതൽ, ഒന്നും കിട്ടാനില്ല, മറ്റേ മാർക്കറ്റിൽ കിട്ടാനില്ല. പെൻഷൻ കിട്ടിയിട്ട് കാലം കുറയുന്നു. അതുപോലെ തന്നെ മറ്റാനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ എത്ര കാലമായി കിട്ടിയിട്ട്? കഴിഞ്ഞ അസംബ്ലിയുടെ കാലത്ത് എന്തായിരുന്നു വരവ്? ഒരു ഭാഗത്ത് ക്ഷേമ പെൻഷൻ, മറ്റേ ഭാഗത്ത് കിറ്റ്. ഇപ്പൊ കിറ്റും ഇല്ല, ക്ഷേമ പെൻഷനും ഇല്ല. സാധനങ്ങൾക്കാണെങ്കിൽ തീ പിടിച്ച വില. അതിനിടയ്ക്ക് വൈദ്യുതി ചാർജ് കൂട്ടി. യൂണിറ്റിന് 20 പൈസ ഗാർഹിക ഉപഭോക്താക്കൾക്ക്, വ്യാവസായിക ഉപഭോക്താക്കൾക്ക് 30 പൈസ കൂട്ടി. 3500 കോടി പിരിഞ്ഞു കിട്ടാനുണ്ട് വൈദ്യുതി വകുപ്പിന്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും 3500 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുള്ളപ്പോ അതൊന്നും പിരിച്ചെടുക്കാതെ ആ ഭാരം മുഴുവൻ ജനത്തിന്റെ തലയിൽ വെക്കുക. ഇതാണോ നിങ്ങളുടെ സദസ്സെന്ന് പറയുന്നത്? എന്ത് ചോദിച്ചാലും പറയും കയ്യിൽ കാശില്ല. എന്നാൽ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെക്കാൻ കാശുണ്ടല്ലോ. 25 ലക്ഷം ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെക്കാൻ. ഞാൻ ചോദിക്കട്ടെ, K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റുന്നത്. ആ ആക്സിഡന്റ് പറ്റി നട്ടെല്ലിന് ക്ഷതമേറ്റിട്ട് പോലും അദ്ദേഹം ക്ലിഫ് ഹൗസിലെ പടികൾ നടന്നാ കയറിയേ. ലിഫ്റ്റ് വെച്ചിട്ടില്ല അവിടെ. അവിടെയാണെങ്കിൽ 25 ലക്ഷത്തിന്റെ ലിഫ്റ്റ്, 42 ലക്ഷത്തിന്റെ തൊഴുത്ത്, പശുവിന് പാല് ചേർത്ത മ്യൂസിക്. പശു ആണെങ്കിൽ എന്താ ഭാഗ്യം വേണം. കൽപ്പറ്റയിൽ പശു അലഞ്ഞു തിരിയുന്ന കണ്ടാൽ ആരും ശ്രദ്ധിക്കില്ല. അത് ക്ലിഫ് ഹൗസിലെത്തിയാലോ 42 ലക്ഷത്തിന്റെ തൊഴുത്ത്, സംഗീതം, എല്ലാ ഏർപ്പാടുകൾ. ഇതൊക്കെ ദൂർത്തല്ലേ? മന്ത്രിമാരാണെങ്കിൽ 6 മാസം കൂടുമ്പോഴാണ് കാറ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷറി കോച്ചിന് 1.5 കോടി. എന്നിട്ട് നമ്മുടെ AK ബാലൻ പറയാ, ഈ യാത്ര കഴിഞ്ഞാൽ ബസ് മ്യൂസിയത്തിൽ വെക്കാൻ പോവാണ്. പക്ഷേ ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയെ മ്യൂസിയത്തിൽ വെച്ചു, ആന്റണി രാജുവിനെ. അതല്ലാതെ ബസ് ഇപ്പൊ പറയുന്നത് മ്യൂസിയത്തിലൊന്നും വെക്കുകയല്ല, കല്യാണത്തിന് വാടകയ്ക്ക് കൊടുക്കുക. പിന്നെ തമ്പുരാനിരുന്ന ചെയറുണ്ടല്ലോ, അതിന്റെ മുമ്പിൽ ഇരുന്ന് സെൽഫി എടുത്താൽ അതിനും കാശ്. 2 പ്രായം ചെന്ന സ്ത്രീകള് പെൻഷൻ കിട്ടാത്ത എല്ലാ കടകളിലും കയറി ഇറങ്ങി ഭിക്ഷാടനം നടത്തേണ്ടി വന്നില്ലേ കേരളത്തിൽ? അവസാനം ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾക്ക് ദൂർത്തടിക്കാൻ കാശുണ്ട്, നിങ്ങൾക്ക് ഈ ബസ് വാങ്ങാൻ കാശുണ്ട്, പാവപ്പെട്ട ഒരു സ്ത്രീക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ലേ എന്ന് കോടതി ചോദിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ അറിയാം? കോടതി അങ്ങനെ വലതും പറയും, എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യും. കോടതിയുടെ അടുത്ത ദിവസം പറഞ്ഞു, ആരും ഇവിടെ മഹാരാജാക്കന്മാരൊന്നും ഇല്ല, ഇവിടെയൊക്കെ പ്രജകൾ മാത്രമേ ഉള്ളൂ, ആരും മഹാരാജാവാൻ നോക്കണ്ട. കോടതിയിൽ വിമർശനം. ഇതെല്ലാം കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ എന്താ?
ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാതെ കുട്ടികൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നു? 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ. 952 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയായി തുടങ്ങിയ ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി 52 നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്തത്. ആ യൂണിവേഴ്സിറ്റി 2 കൊല്ലമായിട്ട് വൈസ് ചാൻസലർ ഇല്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സുപ്രീം കോടതി വിളിച്ചുകൂട്ടു. നമ്മുടെ UDF-ന്റെ കാലത്ത് കൊണ്ടുവന്ന സാങ്കേതിക സർവകലാശാല അവിടുത്തെ VC-നെ സുപ്രീം കോടതി വിളിച്ചുകൂട്ടു. ഫിഷറീസ് സർവകലാശാലയുടെ VC-നെ ഹൈക്കോടതി വിളിച്ചുകൂട്ടു. ഇപ്പൊ 9 വൈസ് ചാൻസലർമാരില്ല. വൈസ് ചാൻസലർമാരുണ്ടെങ്കിലേ പരീക്ഷ നടത്താൻ പറ്റും. പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് പാസ്സായതുള്ള സീലടിക്കണമെങ്കിൽ വൈസ് ചാൻസലർ വേണ്ടേ? എന്താ ഇല്ലാത്തത്? ഗവർണറും മുഖ്യമന്ത്രിയായിട്ടുള്ള പോലും. അതിന്റെ പേരിൽ സെനറ്റ് വന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ സെനറ്റിലെ നോമിനേഷനുകളെ നമ്മൾ ആരും അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ മാർക്സിസ്റ്റ് വൽക്കരണം വേണമെന്ന് പിണറായി പറയുമ്പോൾ, കാവ്യവൽക്കരണം വേണമെന്ന് ഗവർണർ പറയുമ്പോൾ, കോൺഗ്രസ് പറയുന്നു, UDF പറയുന്നത് രണ്ടും തെറ്റാ. നിങ്ങളൊരു നോംസും കൂടാതെ കുത്തിത്തിരികയാണ്. മുഖ്യമന്ത്രി ഒരു ലിസ്റ്റ് കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ലിസ്റ്റ് കൊടുക്കുന്നു, ഗവർണർക്ക് വേറെ ലിസ്റ്റ് കൊടുക്കുന്നു. അവസാനം ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നവരെ യൂണിവേഴ്സിറ്റിയിൽ കയറ്റുന്നില്ല, പോലീസ് തടയുന്നു. ഗവർണർക്ക് നേരെ SFI കരിങ്കൊടി കാണിക്കുന്നു. അപ്പൊ പറയാണ്, കരിങ്കൊടി എത്ര മഹത്തായ സാധനം, എത്ര മഹത്തായ കാര്യം. ആര് പറയുന്നത്? പിണറായി. പിണറായിക്ക് നമ്മുടെ കരിങ്കൊടി കാണിച്ചാലോ? ജനാധിപത്യ വിരുദ്ധം കണ്ടില്ലേ? കറുത്ത തുണിയായിട്ട് കിടക്കുന്നു. എന്നിട്ടല്ലേ നമ്മുടെ KSUവിന്റെ കുട്ടികളെ തല്ലി, യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ തല്ലി, വയനാട്ടിൽ വെച്ചിട്ട് യൂത്ത് ലീഗിന്റെ കുട്ടികളെ തല്ലി. പിണറായിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ മർദ്ദനം, ഗവർണർക്കെതിരെ കാണിച്ചാലോ അത് ജനാധിപത്യം. എന്നിട്ട് SFI പറഞ്ഞു, ഗവർണറെ ഞങ്ങൾ റോട്ടിൽ ഇറക്കില്ല, അയാൾ ഞങ്ങൾ പരത്തും കേരളത്തിൽ. ഗവർണർ കാറിലെങ്ങനെ വരിക? കരിങ്കൊടി കാണിക്കുക മാത്രമല്ല, കാറിനടുത്ത് 2 അടി അടിച്ചു. ഗവർണർ കാറിൽ ബ്ലഡി റാസ്കൽസ് ഒറ്റ ഇറക്കാൻ. നമ്മുടെ ഈ ഊരി പിടിച്ച വാലിന്റെ ഇടയിൽ കൂടെ നടന്നു എന്ന് പറയുന്ന വിദ്വാന്റെ ശിഷ്യന്മാര് വാല് പൊക്കിയിട്ടാ ഓടിയത്, വാല് പൊക്കിയിട്ട്. അതുപോലെ ഏഷ്യാനിൽ ഓടിയ സ്വർണം കിട്ടിയെന്നെ അമ്മാരി ഓട്ടല്ലേ ഓടിയതെന്ന്. എന്താ ധൈര്യം SFIക്കാരുടെ ഓടി ഓട്ടം പുല്ല് മുളച്ചിട്ടില്ല. അതിനുശേഷം ഗവർണർ പറഞ്ഞു, മിഠായി തെരുവിലൂടെ ഇറങ്ങിയൊരു നടത്തം, ആവശ്യമില്ലാതെ ഡയബറ്റിക്സ് ഉള്ള ആളാ, മൂപ്പര് എല്ലാ കടയിൽ നിന്ന് അലുവ വാങ്ങിക്കുന്നു. നടക്കുകയാണ്. ചോദിച്ചു, ആരാ എന്നെ തടയാൻ? ആ ഭാഗത്തിൽ ആരുണ്ടോ എന്നെ തടയാന്ന് ചോദിച്ചിട്ടാ ഗവർണർ നടന്നത്. ഒരു SFIക്കാരനെ അവിടെ കണ്ടില്ല. ഒക്കെ കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി പറയാ, കണ്ടോ, ക്രമസമാധാന നില ഭദ്രായതുകൊണ്ടല്ലേ ഗവർണർ ഇറങ്ങി നടന്നു. ഇത് ഗവർണറെ ഇറക്കില്ലാന്നാ പറഞ്ഞു, വന്നാ ഞങ്ങൾ ശരിയാക്കെന്ന് പറഞ്ഞു. എന്നാ കാണപ്പെടാ എന്ന് ഗവർണറും ഓടി ഒഴുകി പുല്ല് മുളയ്ക്കാതെ അവസാനം പറയാ, കണ്ടില്ലേ, കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രായതുകൊണ്ടല്ലേ മിഠായി തെരുവിലൂടെ ഗവർണർ. മനുഷ്യനായ കുറച്ച് നാണവും മാനവും വേണ്ടേ? അതാണ് ഈ കാരണഭൂതൻ വന്നതിന് ശേഷം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യം തന്നെ ഒരു പ്രാവിനെ പറത്തി, അപ്പൊ തന്നെ ചത്തു. നല്ല വറക്കത്തുള്ള കയ്യാട്ടോ, ഒരു സംശയമില്ല. വിഴിഞ്ഞത്ത് ഈ സാധന സാമഗ്രികളൊക്കെ കൊണ്ടൊരു കപ്പൽ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുകില് യാത്രാ കപ്പലായിരിക്കും. അതിന് പണി തീർന്നില്ല. ഞാൻ ആലോചിക്കാം, കാരണം തറക്കല്ലിട്ടപ്പോ ഞാനുണ്ട്, ഞാൻ MLA. ഞാൻ എനിക്ക് കപ്പലെടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കപ്പലെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒന്നുകിൽ ചരക്ക് കപ്പൽ അല്ലെങ്കിൽ യാത്രാ കപ്പൽ. നോക്കുമ്പോ എന്താണെന്നറിയോ, 2 ക്രെയിനും കൊണ്ടുവന്ന കപ്പലാണ്. അതിന് സ്വീകരണം. നേരെ പിണറായി ചെന്നു, ആ കപ്പലിനൊരു മാലയിട്ടു. മാലയിട്ടത് ഓർമ്മയുണ്ട്, കപ്പൽ ഇവരനങ്ങിയിട്ടില്ല. 2 ദിവസം കടലിലൊറച്ചു പോയി. എത്രയോ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ച് നടക്കാത്ത കാര്യം, കപ്പല് കടലിൽ ഉറച്ചു പോകുന്നു. അവർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പക്ഷെ
പിണറായി ഒരു മാലയിട്ടു, കപ്പൽ ഉറച്ചുപോയി. ഇവിടെ തന്നെ കണ്ടില്ല ബസ്. ഓട്ടോറിക്ഷ പോകുന്ന വഴി കൂടെ ചെന്നപ്പോൾ അത് ചെടിയിൽ കൊണ്ടുപോയി. ഓട്ടോറിക്ഷ വരും കുറച്ച് മുമ്പ് സുഖമായിട്ട് ഓടിയ വഴിയാണ്. ആ വഴിയിലാണ് കാരണഭൂതൻ സഞ്ചരിച്ച ബസ് ചളിയിൽ കൊണ്ടുപോയത്. ഇതൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദോഷമാണ്. പറയില്ലേ, ജനത്തിന്റെ ശാപം. ആ ശാപമാണ് ഇപ്പൊ പിണറായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല വകുപ്പുകളും. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി പറയാണ്, സർക്കാർ വിദ്യാലയങ്ങൾ കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് അവിടെ ഒരു മുറി ചോദിച്ചു അത്രേ. ഏത് അത്രയ്ക്ക് ഭംഗിയാണ് സർക്കാർ വിദ്യാലയം. പക്ഷെ അവിടെ ഒരു ടീച്ചർമാരില്ല. കാരണം എന്താ? പോസ്റ്റ് സാങ്ഷൻ ആക്കിയിട്ടില്ല, കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട്. വിദ്യാലയങ്ങളിൽ, സർക്കാർ വിദ്യാലയങ്ങളിൽ അധ്യാപകരില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ചേരാത്തത്. പിന്നെ എങ്ങനെ കുട്ടികൾ അവിടെ ചെന്ന എന്താ കാരണം അറിയോ? ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി അന്ന് MLA-മാർക്ക് 6 കോടിയുടെ ഫണ്ട് കൊടുത്തു. 6 കോടി. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ അറിയോ? ഒരസംബ്ലിയുള്ള കേരളത്തിൽ MLA-ക്ക് 6 കോടി. ഞങ്ങൾക്ക് 7 അസംബ്ലി സീറ്റാ. ഞങ്ങൾക്ക് ആകെ 5 കോടി. ഉമ്മൻചാണ്ടി കൊടുത്താനൊന്ന്. ആ കൊടുത്തോണ്ടാണ് പല സർക്കാർ വിദ്യാലയങ്ങൾക്കും സ്വന്തമായിട്ട് കെട്ടിടങ്ങൾ ഉണ്ടായത്. ആ കെട്ടിടങ്ങൾ ഉണ്ടായപ്പോ പറയാണ്, ഞങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് കുട്ടികളെ ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരിക. പഠിപ്പിക്കാൻ ടീച്ചർമാരുണ്ടോ? അപ്പൊ വിദ്യാഭ്യാസ രംഗം കുളമായി. ആരോഗ്യ രംഗത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ വീണ്ടും തുടങ്ങിയില്ലേ കോവിഡ്? 10 മരണങ്ങൾ നടന്നു ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ കോവിഡിന്റെ വരവിൽ കേരളത്തിൽ. കഴിഞ്ഞ ദിവസം 1700 കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതിൽ 1500 കേരളത്തിൽ. എന്നിട്ടും ആരോഗ്യമന്ത്രിക്ക് വല്ല നാണോ? ഇവിടെ ജില്ലാ ആശുപത്രികൾ എടുത്തുകൊണ്ടിട്ട് മെഡിക്കൽ കോളേജിൽ ബോർഡ് വെച്ചു. ഡോക്ടർമാരുണ്ടോ? കെട്ടിടമുണ്ടോ? UDF-ന്റെ കാലത്ത് ഇവിടെ തറക്കല്ലിട്ട മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ലല്ലോ. തിരുവനന്തപുരത്ത് എൻ്റെ പഴയ നിയോജക മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി വന്ന് തറക്കല്ലിട്ട മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് പൂർത്തീകരിച്ച് നല്ല കെട്ടിടം പണിതു. എൻ്റെ പഴയ നിയോജകമണ്ഡലം നല്ല കെട്ടിടം പണിതു. ആവശ്യത്തിന് സ്റ്റാഫിനെ വെച്ചു. മെഡിക്കൽ കൗൺസിലുകാർ വന്നു. മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ചിട്ട് 100 സീറ്റ് സാങ്ഷനാക്കി. ആ 100 സീറ്റ് സാങ്ഷനാക്കിയ മെഡിക്കൽ കോളേജ് പിണറായി വന്നിട്ട് പൂട്ടിച്ചു. ഇവിടെ നിങ്ങളുടെ പരാതി തറക്കല്ലിട്ടയ്ക്കല് കെട്ടിടം പണിതില്ല എന്നല്ലേ? ഇവിടെ തറക്കല്ലിട്ടു. UDF ഭരണം മാറി LDF വന്നു. ശൈല ടീച്ചറുമായിട്ട് ഒന്നും കൂടെ കല്ലിട്ടു. അവസാനം പറഞ്ഞു, 1-ാം പ്രളയം വന്ന പറഞ്ഞു ഇവിടെ പറ്റിയ സ്ഥലമല്ല, എടുത്തുകൊണ്ടുപോയി. കല്ലും എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് ജില്ലാ ആശുപത്രിയിൽ അങ്ങ് മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചു. ഡോക്ടർമാരുണ്ടോ? വേണ്ടത്ര കെട്ടിടമുണ്ടോ? സ്റ്റാഫുണ്ടോ? എന്തിനധികം പറയുന്ന ഒരു വാർത്ത പുറത്തു കേട്ട് ശരിയാണോ തെറ്റാണോ എനിക്ക് അറിഞ്ഞുകൂടാ. വയനാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ ഒരാൾ ഹെർണിയ ഓപ്പറേഷൻ പോയത്രേ. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ പ്രധാനപ്പെട്ട ഒരു ഭാഗം കാണാനില്ലാതാവും. വലിയ വാർത്തയായിട്ട് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഹെർണിയുടെ ഓപ്പറേഷൻ പോയാൽ ഇതാണ് സ്ഥിതിയെങ്കിൽ മൂലക്കുരുവിന്റെ ഓപ്പറേഷൻ പോലത്തെ അവസ്ഥയല്ല. എന്നിട്ട് ഒരു നാണമില്ല നമ്മുടെ ആരോഗ്യമന്ത്രിക്ക്. ആരോഗ്യ രംഗം കുളം തോണ്ടി എല്ലാ രോഗങ്ങളും കടന്ന് വരികയല്ലേ. നിപ നമ്മുടെ കാലത്ത് ഉണ്ടായില്ലേ നിപ എന്ന രോഗം? അത് ഈ വവ്വാലുകളാണത്രേ ഇത് പരത്തുന്നത്. നിപ ഇവിടെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ വവ്വാലുണ്ടായിട്ടില്ല. ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോ വവ്വാലുണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ വവ്വാലുണ്ടായിട്ടില്ലേ? പക്ഷെ പിണറായി വന്നപ്പോ മാത്രമല്ല നിപ. അതാണ് പറയുന്നത്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 2 സർക്കാരുകൾ, ഞാൻ പറഞ്ഞത് ചക്രവർത്തിയുടെ കേന്ദ്ര സർക്കാരും തമ്പുരാന്റെ സംസ്ഥാന സർക്കാരും, രണ്ടും മത്സരിച്ച് ജനങ്ങളെ ദ്രോഹിക്കുക. അങ്ങനെ ദ്രോഹിക്കുന്ന 2 സർക്കാരുകൾക്കുമെതിരെ ഇന്ന് ജനവികാരം ശക്തമായിട്ട് വരിക. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്ന് പിണറായി പത്രക്കാരോട് പറയാം, എന്നെ കല്ലെറിയുന്നു, എന്നെ കരിങ്കൊടി എൻ്റെ മേത്തേക്ക് എറിയുന്നു, എന്നെ കൊല്ലാൻ നോക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഞാൻ ചാവണം എന്നാണല്ലേ? പത്രക്കാരോട് ചോദിക്കുക കഴിഞ്ഞ ദിവസം, ഞാൻ ചാവണം എന്നാണ് ആഗ്രഹമല്ലേ? ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി അങ്ങ് ഒന്നും ചാവാൻ പാടില്ല. കാരണം
അങ്ങ് ദീർഘായുസോടെ ഇരിക്കണം. ഈ ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ അനുഭവിച്ചിട്ട് മാത്രമേ അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയൂ. അത് അനുഭവിക്കരുത് തന്നെയാ പറയുന്നത്. കാരണം ഈ ചെയ്ത പാവങ്ങൾക്ക് കണ്ടില്ലേ, കുട്ടികളെ തല്ലിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി. ഇതാണോ നിങ്ങളുടെ ഏർപ്പാട്? ഇന്ന് ഇവിടെയാണെങ്കിൽ എത്രയോ കുട്ടികൾ സർക്കാർ ആശുപത്രിയിൽ മരണപ്പെടുന്നു, ക്രമസമാധാനം തകരുന്നു. ഇപ്പൊ ശബരിമലയിൽ കണ്ടില്ലേ, ശബരിമലയിൽ 15 മണിക്കൂർ ക്യൂ നിൽക്കുന്നു. എന്താ കാരണം? പോലീസിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ല. അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ജനസദസ്സിന്റെ കൂടെ, ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഭക്തജനങ്ങൾ 15 മണിക്കൂർ ക്യൂ നിൽക്കുന്നു. എന്നിട്ട് നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ പറയാണ് ഇതൊക്കെ പ്രതിപക്ഷം ഉണ്ടാക്കുന്ന കുഴപ്പമാണ്. സ്റ്റാലിൻ വിളിച്ചു പറഞ്ഞല്ലോ പിണറായിയോട്, ഞങ്ങളുടെ നാട്ടുകാർ വന്നിട്ട് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചു പോവാണ്. സ്റ്റാലിനല്ലേ പറഞ്ഞു? സ്റ്റാലിന് വളരെ പ്രിയപ്പെട്ടവനാണല്ലോ പിണറായിക്ക്. ആ സ്റ്റാലിൻ പറയാണ് ശബരിമലയിൽ ദർശനം മര്യാദയ്ക്ക് നടക്കുന്നില്ല. ഇതൊക്കെ ആരുടെ ഇതൊക്കെയാണോ നിങ്ങളുടെ ഭരണനേട്ടം എന്ന് പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾ തെറ്റിൽ നിന്നും തെറ്റുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. അതിനുള്ള കടുത്ത ശിക്ഷ തന്നെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇവിടെ ചിലരൊക്കെ പറയുന്നത് കേന്ദ്രം സംസ്ഥാനത്തിന് പിരിച്ചുവിടാൻ പോവാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നത് അങ്ങനെയൊന്നും പിരിച്ചുവിടാൻ ഞങ്ങളും സമ്മതിക്കില്ല. ഇത് ഇരുന്ന് നാറി പൊടുത്തു പോകണം. ജനകീയ കോടതി ഈ സർക്കാരെ ശിക്ഷിക്കണം. അതല്ലാതെ ഡിസ്മിസ് ചെയ്താൽ പിന്നെ രക്തസാക്ഷിയുടെ പരിവേഷമായല്ലോ. അങ്ങനത്തെ ഏർപ്പാടൊന്നും വേണ്ട. ഡിസ്മിസ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് അവിടുത്തെ നാറട്ടെ, അതാണ് ഞങ്ങളുടെ നയം. അതുകൊണ്ട് പിണറായി സർക്കാരും മോഡി സർക്കാരിനുമെതിരെ അതിശക്തമായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. ഈ ജന്മദിനത്തിൽ നമുക്ക് എടുക്കാനുള്ള പ്രതിജ്ഞ 2024 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടാവണമെന്നാണ്.